അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇന്ന് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ എന്തായിക്കാരം നമ്മളിത് ഓണാക്കിയ നല്ല വീഡിയോ ആയിക്കാരം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ആണ്. രാവിലെ എണീറ്റ് ചായയും കടിയും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാൽ ആ കരിഞ്ഞ് നിൽക്കണം. ഒരു ദോശ ഇടാൻ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ വേറെ പണീൻ്റെ അങ്ങനെ അങ്ങനെയൊക്കെ പോയി എൻ്റെ മുഖത്ത് മറിച്ച് വരയും കുട്ടിയൊക്കെ കാണുമ്പോൾ ഗ്രില്ലിൻ്റെ അടുത്ത് ഞാൻ ഫോൺ വെച്ചിട്ടാണത് പറയുന്നത്. അപ്പോൾ ഗ്രില്ലിൻ്റെ ആ ഒരു വെയിൽ തട്ടിയിട്ടുള്ള വരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അപ്പോൾ ദോശയൊക്കെ റെഡി ആയിരിക്കുന്നു. ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം നോമ്പ് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്, രാവിലെ നീച്ച് ഇങ്ങനെ എന്താ പറയുക കുക്കിംഗ് ഉണ്ടായാൽ പിന്നെ പാത്രം കൈകാറിലോട് ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരില്ല കേസ്, നമ്മൾ തന്നെ എടുക്കണം. നമുക്ക് കിട്ടിയത് മത്തിയാണ്. മത്തി സാധാരണ ഞാൻ ഈ കവറിൽ മീൻ വീട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ വാങ്ങാറില്ല കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ എവിടെയായിരുന്നു, അപ്പുറത്ത് എവിടെയായപ്പോൾ ചെക്കൻ മീൻ വാങ്ങിയതാണ്. ഓനാണെങ്കിൽ പാത്രമൊന്നും എടുക്കൂല, കവർ അങ്ങനെ കൊണ്ടേ കൊടുക്കും. നല്ല മത്തി, നല്ല കണ്ടോ കുഞ്ഞമ്മത്തി. ഇതെന്ത് ചെയ്യും, പീര വെച്ചാൽ രസമുണ്ടാവും. ചെറുതായിട്ട് വറുത്തെടുക്കാം, മുളകിടാം. എന്തൊക്കെ കാട്ടേണ്ടേ അറിയില്ല. അപ്പോൾ ഇതിന്മേ തുടങ്ങി നമ്മളെ ഫസ്റ്റത്തെ പരിപാടി, മീൻ നന്നാക്കണം. അപ്പോൾ സാധാരണ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വർത്താനം പറയാൻ കൂട്ടിന് നമ്മളെ ഉമ്മ ഉണ്ടാവലുണ്ട്. ഉമ്മ വീടില്ല കേട്ടോ, കാക്കാൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം പറയാം, അതിലൊക്കെ വേണ്ടേ വർത്താനം പറയാം, മുൻപിൻ പറഞ്ഞൊക്കെ നിൽക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് മീനെടുത്ത് നന്നാക്കിയാലോ എന്നൊരു ആലോചന. അതൊക്കെ കൂടെ നന്നാക്കി എടുക്കുമ്പോഴത്തേന് ക്ലിനിക്കൊക്കെ പോകാൻ സമയമാവും. അപ്പോൾ നേരം വൈകും. കുറച്ചിട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വന്നിട്ട് നന്നാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒന്നാമത് മത്തി വാങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ മത്തി ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടിന്ന് പറഞ്ഞപ്പോൾ അവന് മത്തി വാങ്ങിയത്. മത്തി മീൻ ചൂടുണ്ടായിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെ പെരുന്നാൾ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മടിയായി വീഡിയോ എടുക്കാനും ഒക്കെ. തിരക്കും മടിയാണ് മെയിനായിട്ട്. തിരക്ക് നമ്മൾ വലിയ തിരക്ക് പിടിച്ച ആളൊന്നും അല്ലെങ്കിൽ പോലും വീഡിയോ എടുക്കാനുള്ള മടിയാണ് ഫസ്റ്റ്. മീൻകാരൻ പോയിട്ടില്ലേ, ഇന്നേ അറിയണ്ടെന്ന് കുറേ മീൻകാരൻ വരും. അപ്പോൾ രാവിലെ തന്നെ മീൻ വാങ്ങും കേട്ടോ. എനിക്ക് നേരത്തെ ക്ലിനിക്കിൽ പോയി ഇതൊക്കെ നേരാക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നേരം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ വേറെ മീൻകാരൻ. അപ്പോൾ ഇത് ഫസ്റ്റ് വാങ്ങിയ മീൻകാരനേക്കാളും നല്ല മീനും കൊണ്ടുവരുന്നു. പിന്നെ അപ്പം നമുക്ക് സങ്കടമാവും. നമുക്ക് തോന്നലുണ്ട് അങ്ങനെ. നല്ല വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, നന്നായിട്ട് വെയിലുണ്ട്. നമ്മൾക്ക് ഇവിടെ മീൻ നന്നാക്കൽ തുടങ്ങുമ്പോൾ തന്നെ പുറത്തതാ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, ഒക്കെ വെയിറ്റിങ്ങാണ്. കണ്ടോ, തരാം സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പൂച്ച കരയണേ. ഇത് മീൻ മേടിച്ചാൽ തുടങ്ങും. കാരണം നമ്മൾ വെച്ചതും വെക്കാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ അത് തരുന്നില്ലൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ
രാവിലെ തന്നെ KSRTC ബസ്സിലാണ് കയറിയത് കേട്ടോ. KSRTC ബസ്സിലാണെങ്കിലും നമ്മൾ വിളിച്ച് പോയൊരു ഫീലായിരുന്നു. ഒരു മനുഷ്യനില്ല, ഞാനും ഇയാൾ ആ ഡ്രൈവറും മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കത് ഇഷ്ടമായി, പെരുത്തിഷ്ടമായി. പക്ഷെ പാട്ടും പൈത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സങ്കടത്തിലാണ് ആ ബസ്സിലിരുന്നത് കേട്ടോ. എന്നാലും വേണ്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ബസ്സിലാണെങ്കിലും കണ്ടില്ലേ ഒട്ടകപ്പുറത്തിരിക്കണ പോലെ ഉണ്ടായിരുന്നു. കുലുങ്ങി 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 അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കാകെ വിഷനാകെ പണ്ടാറടങ്ങി എന്ന് വേണം പറയാൻ. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ പോയത്, ആരും ഇല്ലല്ലോ. പിന്നെ ഇയാൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ലൈനടിച്ച് ശീലമില്ലെങ്കിലും ഇടയ്ക്കൊന്ന് നോക്കിയപ്പോൾ ഇയാൾ മാസ്ക് ഇട്ട് നമ്മളെ ഇടം കണ്ടുകൊണ്ട് മാത്രം നോക്കി, ഒരു മൈൻഡ് ഇല്ലാതെയായിരുന്നു. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിരുന്നിട്ട് മൈൻഡ് വെക്കാത്ത ഒരാണിനെ ഞാൻ ആദ്യമായിട്ട് കാണാം ജീവിതത്തിൽ. അതൊക്കെ പോട്ടെ. എങ്ങനെ ഏതായാലും ഒട്ടപ്പുറത്ത് പോകുന്ന ഫീലിങ്ങുകളിൽ നമ്മൾ പോയി ഏതായാലും നമ്മളിതാ ഉദ്ദേശ സ്ഥലം എത്തിയിട്ടോ. ഡോക്ടർ ജോബ്സ് ഡെന്റൽ കെയർ അറിയാലോ, നമ്മളിവിടെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഇതാക്കണം, ഈ ചിരി കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു ചിരി വരും കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മന്ദം നടക്കാൻ നിന്നപ്പോൾ ഇതാക്കണം ഒരു കോഴിക്കാക്ക നമ്മൾ ദുബായ് മാളിലുള്ള കോഴിക്കാക്കയാണ് കേട്ടോ. അപ്പോൾ മൂപ്പരും കണ്ട് മന്ദം കയറിയെന്നല്ല. അപ്പോൾ നോക്കുമ്പോൾ കുത്തിക്കുലുങ്ങി വന്നിട്ടാണ് ആകെ വിയർപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്ന പോലെ. ഞാനത് കുളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ സ്പ്രേ വാങ്ങാൻ കയറി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ സ്മൈൽ.